വെൽക്കം ടു സ്റ്റോറി മങ്ക്. PM ശ്രീയിൽ UDF സർക്കാരിൻ്റെ നിലപാടെന്ത്? കഴിഞ്ഞ സർക്കാർ MOയിൽ ഒപ്പുവെച്ചു, പൈസയും വാങ്ങി, അതുകൊണ്ടിനി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ഇതുവരെ UDF പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്മാറാൻ കഴിയും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോൾ UDFിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും വലിയ പ്രതിരോധത്തിലാകുന്നുണ്ടോ? ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീർ, കഴിഞ്ഞ സർക്കാരിന് വലിയ തോതിൽ കുഴപ്പത്തിലാക്കിയൊരു സംഗതിയാണ് PM ശ്രീ. സർക്കാരിനെ മാത്രമല്ല, ആ മുന്നണിയെ തന്നെ. മുന്നണിക്കുള്ളിൽ CPI വലിയ പ്രതിഷേധമുയർത്തുന്നു. അവസാനം ഒപ്പിട്ടതിനെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് തൽക്കാല പരിഹാരം ഉണ്ടാക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, പൊളിറ്റിക്കലി തന്നെ, രാഷ്ട്രീയമായി തന്നെ ആ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നതിൽ PM ശ്രീ പദ്ധതി വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതൊരു ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗത്തിന് ഏറ്റവും അധികം ആധാരമാക്കിയ ഒരു സംഗതി PM ശ്രീയിൽ ഒപ്പിട്ടായിരുന്നു. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാഠ്യപദ്ധതിയെ, അത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണെങ്കിൽ പോലും ആ പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് ഇടതുമുന്നണിയും അതിൻ്റെ സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ ആക്ഷേപം ഉയർത്തുന്നതിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അവരെ പിന്തുണയ്ക്കുന്ന ഇതര വിഭാഗങ്ങളൊക്കെ വലിയ തോതിൽ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ ഫലമായിട്ട് നമ്മൾ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കാണുകയും വേണം. ഇപ്പോൾ UDF സമാനമായ ഒരു പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടു എന്ന് പറയണം. തീർച്ചയായിട്ടും. കാരണം UDFിൽ യഥാർത്ഥത്തിൽ UDFിനകത്ത് PM ശ്രീ പദ്ധതിയോട് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന എതിർപ്പ് തന്നെ അങ്ങനെ എന്തെങ്കിലും ആശയപരമായ അടിസ്ഥാനത്തിലുള്ളതായിരുന്നോ എന്ന കാര്യത്തിലാണ് തർക്കം. അന്ന് CPIMനെ പ്രതിരോധത്തിലാക്കാൻ CPIയും CPMും തമ്മിൽ അക്കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതയെ മുൻനിർത്തി ഇടതുമുന്നണിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ, അതോടൊപ്പം തന്നെ ഹിന്ദുത്വത്തിൻ്റെ ലാഞ്ചന ഇടതുപക്ഷത്തെ പിടികൂടിയിരിക്കുന്നു എന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ നെറേറ്റീവിന് കുറച്ചുകൂടി സ്ട്രെങ്തൺ ചെയ്യാനുള്ള ഒരു വഴിയായി PM ശ്രീ പദ്ധതിയെ UDF കണ്ടു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും KM ഷാജിയെപ്പോലുള്ള, ഇപ്പോൾ മന്ത്രിയായ ഷാജിയെപ്പോലുള്ള നേതാക്കൾ, മറ്റു നേതാക്കളും PM ശ്രീ പദ്ധതി എന്നത് അതിൽ ഒപ്പിട്ടു, പിന്നീട് പിന്മാറിയെങ്കിലും അല്ലെങ്കിൽ അത് മരവിപ്പിച്ചെങ്കിലും ഒപ്പിട്ടു എന്നത് വലിയ തോതിലുള്ള ഒരു കീഴടങ്ങലായി അതിനെ UDF ഉയർത്തിക്കാട്ടി. യഥാർത്ഥത്തിൽ രാജീവ് മറ്റൊരു രീതിയിൽ ആലോചിച്ച് നോക്കൂ. തമിഴ്നാട് മാത്രമാണ് ഇതിനോട് വിയോജിപ്പ് അറിയിച്ച് ഇപ്പോഴും ആ ഭാഗത്തേക്ക് പൂർണ്ണമായും ബഡ്ജ് ചെയ്യാത്ത ഒരേ ഒരു സംസ്ഥാനം. മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ പശ്ചിമ ബംഗാൾ അതിന് വിമുഖത കാണിക്കുകയും ഒപ്പിട്ടിരുന്നില്ല. രണ്ട് പ്രാദേശിക കക്ഷികൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിനാണെങ്കിലും വിജയ് ആണെങ്കിലും ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് തമിഴ്നാട് ഭരിക്കുന്നത്. ബംഗാളിൻ്റെ കാര്യത്തിലും അതെ, മമതാ ബാനർജി ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരുന്നു. രണ്ട് ദേശീയ പാർട്ടികൾ, CPIMും കോൺഗ്രസും, ഭാരതീയ ജനതാ പാർട്ടിയുമായും സംഘപരിവാരവുമായും നേരിട്ട് ആശയപരമായി ദേശീയ തലത്തിൽ ഏറ്റുമുട്ടുന്ന, എൻഗേജ് ചെയ്യുന്ന രണ്ട് ദേശീയ പാർട്ടികളാണ് ഇവിടെ രണ്ട് പക്ഷത്തും, അല്ലെങ്കിൽ രണ്ട് ടേമിലും മാറി മാറി ഭരണത്തിൽ വരാനുള്ളത്, അല്ലെങ്കിൽ വരുന്നത്. ഈ രണ്ട് ആളുകളും, രണ്ട് കൂട്ടർക്കും, രണ്ട് രാഷ്ട്രീയ ചേരിക്കും സമ്പൂർണമായും യോജിപ്പിലെത്താവുന്ന ഒരു പോയിൻ്റാണ് യഥാർത്ഥത്തിൽ ഇത്. ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ നയത്തിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശവുമായി ബന്ധപ്പെട്ടോ, ഫെഡറലിസത്തിൻ്റെ തത്വങ്ങളിലേക്ക് കേന്ദ്രം അനധികൃതമായി കടന്നു വരുന്നതിനെക്കുറിച്ചോ, ഇനി അതിനുമപ്പുറത്ത് വിദ്യാഭ്യാസ ഇടപെടൽ വഴി കാവ്യവൽക്കരണത്തെക്കുറിച്ചോ ആണെങ്കിൽ CPMനും കോൺഗ്രസിനും യഥാർത്ഥത്തിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടതാണ്. PM ശ്രീ പദ്ധതിയെ എതിർക്കാനോ അതല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതിയുടെ കാവ്യവൽക്കരണ സ്വഭാവത്തെ ചെറുക്കാനോ. ഇതൊരു കോമൺ പദ്ധതി യഥാർത്ഥത്തിൽ CPMനും കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ പരസ്പര വൈരത്തിന് ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ ആ പദ്ധതിയോടുള്ള നയപരമായ എതിർപ്പ് എന്നതിനെയാണ് ഇവർ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മുസ്ലിം പ്രശ്നമോ അല്ലല്ലോ.
ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മേലേക്ക് പതുക്കെ ഇത് ഇത് ചാരി ചാരിക്കൊണ്ട് വരുന്നതായാണ് നമുക്ക് തോന്നുന്നത്. തോന്നുന്നു. പക്ഷെ ഇതൊരു മുസ്ലിം പ്രശ്നമോ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അല്ല. വിദ്യാഭ്യാസ നയത്തിൽ കേന്ദ്ര സത്യത്തിൽ ഇപ്പോൾ ബഷീർ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇന്നലെ UDF ടാക്ടിക്കലായിട്ടുള്ള ആ എറർ കൂടെ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ UDF യോഗം ചേരുന്നു. അതിനുശേഷം UDF കൺവീനർ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഭാഗമാകാനുള്ള MOUവിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ട്, അതുമായി കേരളത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറയുന്നു. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നിട്ട് ഇല്ല, അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല, അവിടെ ഒരു ഉപസമിതി ഉണ്ട്, മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതൊരു മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമായി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള മട്ടിലേക്ക് വ്യാഖ്യാനിക്കുക. യഥാർത്ഥത്തിൽ മന്ത്രിസഭാ ഉപസമിതി എന്തിനാണ്? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടി വരും. അങ്ങനെ നടപ്പാക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായ അതിൻ്റെ ഇമ്പാക്റ്റ് ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഒരു പക്ഷേ ഈ മന്ത്രിസഭാ ഉപസമിതിയിൽ നിന്ന് വരാൻ പോകുന്നത്. അതിനുവേണ്ടി ആയിരിക്കണം അത് രൂപീകരിച്ചത് തന്നെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഒരു വിശാല പ്രശ്നമാണ്. അതിൽ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും അതിൽ ബഡ്ജ് ചെയ്ത് കഴിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന മിക്കവാറും സംസ്ഥാനങ്ങൾ അത് ഒപ്പിട്ട് കഴിഞ്ഞു. മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒപ്പിട്ട് കഴിഞ്ഞു. ഇവിടെ പക്ഷേ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച വിഷയം സത്യസന്ധമായിരുന്നെങ്കിൽ അവർക്ക് ആ പദ്ധതിയെ നേരിടാനുള്ള ഒരു സ്റ്റാറ്റസ് കോ LDF ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആ പദ്ധതി മരവിപ്പിച്ചു നിർത്തിയിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്നത് LDF സർക്കാർ മരവിപ്പിച്ച് നിർത്തിയിരുന്നു. ആ അവസ്ഥ തുടരാൻ UDFന് കഴിയണമല്ലോ. അത് മാത്രമല്ല, മരവിപ്പിച്ച് നിർത്തുക മാത്രമല്ല, ഈ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഈ MOUവിൽ LDF സർക്കാർ 2025 ഒപ്പിടുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഈ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി കേരളത്തിന് കിട്ടേണ്ട പണം തരാതിരിക്കുക എന്ന് പറയുന്ന ഫെഡറൽ സമ്പ്രദായം മാത്രമല്ല, സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയതിൻ്റെ തുടർച്ചയിൽ നടപ്പാക്കിയൊരു സ്കീമാണ്. അതിൻ്റെ ഫണ്ട് തരാതിരിക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്രം തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ ലംഘനം നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ കേരളം ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മരവിപ്പിച്ച് നിർത്തുന്നു, ഒപ്പിട്ട് തന്നെ ശരിയല്ല, ഒപ്പിട്ട രീതിയിൽ തന്നെ പ്രശ്നമുണ്ട്. കാരണം മന്ത്രിസഭയെ അറിയിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് അത് പോയി ഒപ്പിട്ടത് LDF സർക്കാരിൻ്റെ കാലത്ത്. അത് തന്നെ മര്യാദകേടാണ്. നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നു. മന്ത്രിസഭ അല്ലെങ്കിൽ UDF കൺവീനർ അതുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷിയുടെ നേതാക്കൾ ഇല്ല, തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു. അതായത് CPM-ഉം CPI-യും അന്ന് അനുഭവിച്ച അതേ ക്രൈസിസ് UDF-ലേക്ക് മാറ്റി പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു പ്രശ്നം. ഈ CPM-ഉം CPI-യും തമ്മിലുണ്ടാകുന്ന ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുടെ പ്രശ്നം പോലെ ആവില്ല UDF-ൽ അത് മുസ്ലിം ലീഗ് ഉന്നയിക്കുമ്പോൾ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്നലെ ഈ തീരുമാനം വന്നതിൻ്റെ തൊട്ട് പുറകെ BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായ K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്ഥാനം വന്നിരുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു എന്നതിൽ ഒരു ആഹ്ലാദം കൂടുതലുണ്ട്. അതൊരു കീഴടങ്ങലായി, അത് കീഴടങ്ങലായോ അല്ലെങ്കിൽ ഒരു അമിത ആഹ്ലാദത്തിനുള്ള ഉപാധിയായോ അദ്ദേഹം അതിനെ കാണുന്നു എന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് പുറകെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് വന്നിട്ട് തീരുമാനമായിട്ടില്ല, അവിടെ ഉപസമിതിയുണ്ട്, UDF-ൽ തീരുമാനമാകാതെയാണ് കൺവീനർ അത് പ്രഖ്യാപിച്ചതെന്ന് CPI-ലെ ബിനോയ് വിശ്വം എതിർത്തപ്പോഴുള്ള ഒരു വ്യാഖ്യാനമായിരിക്കില്ല ഒരുപക്ഷെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അതിലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യം പറഞ്ഞ UDF ചെയ്തത്. പക്ഷേ ഇതൊരു മുസ്ലിം പ്രശ്നമോ മുസ്ലിം ലീഗ് പ്രശ്നമോ അല്ല, ഒരു കാരണവശാലും മുസ്ലിം സമൂഹത്തിന് മാത്രമായോ മുസ്ലിം ലീഗിന് മാത്രമായോ PM ശ്രീ നടപ്പാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായി സംഭവിക്കാനുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു വർഗീയ പ്രശ്നം എന്നതിനേക്കാൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കേരളത്തിന് സ്വീകാര്യമല്ലാത്ത ഭാഗങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടും, അത് നടപ്പാക്കേണ്ടി വരും. കേരളം ഇതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്നു വന്ന കേരളത്തിൻ്റേത് മാത്രമായൊരു രീതിയുണ്ട്. ആ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. കുറേ കൂടി ഒരു ദേശീയ സർക്കാരിൻ്റെ നയം അംഗീകരിച്ച് അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരുത്തി പോകേണ്ടി വരും എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭീഷണി. അതിൻ്റെ ഭീഷണി അതാണ്. അതിൽ തന്നെ ഭരണഘടനയിൽ തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. കാരണം ഭരണഘടന വിദ്യാഭ്യാസത്തെ ഒരു കൺകറൻറ്റ് സബ്ജക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്.
അതായത് സംസ്ഥാനങ്ങൾക്ക് കൂടെ അധികാര അവകാശമുള്ളൊരു ഏരിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ പ്രാദേശികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച്, പ്രാദേശികമായ വിഭവ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒക്കെ അവരുടെ വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള കരിക്കുലവും പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും ഒക്കെ നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്നത്. ഇപ്പോൾ പോലും ത്രിഭാഷാ പദ്ധതി തമിഴ്നാട് അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഭരണഘടന അതിനുള്ളൊരു സ്വാതന്ത്ര്യം ആ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്കിത് പറ്റില്ല, ഞങ്ങൾ ഈ 3 ഭാഷ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയാനുള്ള ഒരു അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ജനതയ്ക്കുണ്ട് എന്നത് ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു നിയമം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പോലെ, ഒരു രാജ്യം ഒരു വിദ്യാഭ്യാസ പദ്ധതി, അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കാവ്യവൽകൃത വിദ്യാഭ്യാസ പദ്ധതി എന്നതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പണിയാണ് അവരുടെ. പക്ഷേ ഈ 3 ഭാഷകളുടെ കാര്യത്തിൽ കേരളം അക്കാര്യത്തിൽ നേരത്തെ തമിഴ്നാട് കാലങ്ങളായി എടുക്കുന്ന 2 ഭാഷ മാത്രം എന്ന ഒരു റിജിഡിറ്റി കേരളത്തിന്റെ ഒരു സർക്കാരും പുലർത്തിയിട്ടില്ല. ഹിന്ദിയോട് തമിഴ്നാട് പുലർത്തുന്ന അതേ വിയോജിപ്പ്, അകൽച്ച എന്നത് കേരളം പുലർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് അധികമായി കേരളത്തിന് നഷ്ടപ്പെടാനുള്ളത് എന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു പാരാമീറ്ററിൽ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കൂടി ഇതിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിലേക്ക് കമ്പൽ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എൻട്രി ചെയ്യുകയോ ചെയ്ത പശ്ചാത്തലം പരിഗണിക്കുകയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായ അതിൻ്റെ ഒരു വളർച്ചയെ തടയാത്ത വിധത്തിൽ ഇതുമായൊരു നെഗോസിയേഷൻ നടത്തുകയും അതിന് ഉള്ള വഴികൾ കണ്ടെത്തി കേന്ദ്രത്തിൻ്റെ ഫണ്ടിങ് നഷ്ടപ്പെടാത്ത സാഹചര്യം ഒരുക്കുകയുമല്ലേ പ്രായോഗികമായി ശരി? അത് തന്നെയാണ് ശരി. അത് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്യേണ്ടിയിരുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്തും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ഇപ്പോൾ UDF യോഗത്തിന് ശേഷം ഏതാണ്ട് ആ സൂചന നൽകി. അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ പറയുന്ന കാവ്യവൽകൃത കരിക്കുലം അടിച്ചേൽപ്പിക്കാത്ത വിധത്തിൽ അത് സ്വീകരിക്കാൻ കഴിയില്ല. അതുപോലെ സ്കൂളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാരായിരിക്കും തീരുമാനിക്കുക. ഈ 2 വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാം, അല്ലെങ്കിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാം എന്ന വ്യവസ്ഥയാണ് UDF അംഗീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയുമാണ്. അതിൽ ചേർന്നുകൊണ്ട് കിട്ടാവുന്ന ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള 3-4 കോടി ജനങ്ങൾ അവർ ടാക്സായിട്ട് കൊടുക്കുന്ന വിഹിതത്തിൽ നിന്നാണല്ലോ കേന്ദ്രത്തിൻ്റെ പണം വരുന്നത്. അല്ലാതെ അതുകൂടി ചേർത്തിട്ടാണല്ലോ കേന്ദ്രത്തിൽ. അല്ലാതെ കേന്ദ്രം എവിടെന്നെങ്കിലും പോയി, അല്ലെങ്കിൽ BJPയോ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളോ എവിടെയെങ്കിലും പോയി കുഴിച്ചെടുക്കുന്ന ഫണ്ടൊന്നുമല്ലോ ഇത്. അപ്പോൾ കേരളത്തിന് കിട്ടേണ്ടത് മേടിച്ചെടുക്കുക എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഒരു പക്ഷേ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഇതിലൊരു ചോദ്യം, ഒപ്പിട്ട് പോയി, പണത്തിലൊരു ഭാഗം സ്വീകരിച്ചു പോയി, ഇനി പിന്മാറ്റം സാധ്യമല്ല എന്നത് വസ്തുതാപരമായി അതങ്ങനെ ശരിയാണോ? വസ്തുതാപരമായി അങ്ങനെ ശരിയല്ല എന്നാണ് UDFൻ്റെ MP-മാർ പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട്. നമുക്കിപ്പോഴും അതിലൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ജബി മേത്തർ, അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ്, ലീഗിൻ്റെ 2 MP-മാർ, ഒരു കോൺഗ്രസ് MP, ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി കേന്ദ്ര സർക്കാർ പറയുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി PM ശ്രീയുടെ ഭാഗമായ പണമൊന്നും കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ തുടർച്ചയിൽ സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് അതുവരെ തടഞ്ഞു വെച്ചത് കേരളത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് മറുപടിയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ തുടർച്ചയായിട്ട് സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി കേന്ദ്രം തടഞ്ഞു വെച്ച കേരളത്തിന് അർഹതപ്പെട്ട പണം കുറച്ച് അക്കാലത്ത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ PM ശ്രീയുടെ ഫണ്ടൊന്നും കേരളത്തിന് അനുവദിച്ച് കിട്ടിയിട്ടില്ല. അക്കാര്യത്തിൽ UDF ഇതുവരെ നടത്തിയ പ്രചരണം തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇത് MOUയിൽ ഒപ്പുവെച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും MOUയിൽ ഒപ്പിട്ടാൽ പിന്മാറാൻ കഴിയില്ല എന്നാണ് ഇതുവരെ UDF പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രാജ്യസഭയിൽ കേന്ദ്ര മന്ത്രി കൊടുത്ത മറുപടിയിൽ പറയുന്നത് MOUയിൽ ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല, അതിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്ന് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നം അവിടെയുണ്ട്. ഇതിനെ സത്യം പറഞ്ഞാൽ ബഷീർ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പൊളിറ്റിക്കൽ സബ്ജക്റ്റിനെ മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ സബ്ജക്റ്റ് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ള പണിയാണ് CPM-ഉം കോൺഗ്രസും CPI-യും മുസ്ലിം ലീഗും അടക്കമുള്ള
ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഇപ്പോഴും അത് യത്നിച്ചുകൊണ്ടിരിക്കുന്ന പാടെ പാർട്ടികൾ ഇഗ്നോർ ചെയ്യുന്നത്. ചെയ്ത് ഇഗ്നോർ ചെയ്യുകയും ഇതൊരു കീഴടങ്ങലിൻ്റെ മാത്രം പ്രശ്നമായി, അതല്ലെങ്കിൽ ഇതൊരു പണം കിട്ടുന്നതിൻ്റെ മാത്രം പ്രശ്നമായി ചുരുങ്ങുകയും ചെയ്തു എന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള ഈ വ്യത്യാസം അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സി സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും ഭരണത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ ധാർമ്മികതയും എന്ന ഈ മലക്കം മറിച്ചിൽ അത് ഏത് പക്ഷത്താണ് അത് രണ്ടു പക്ഷത്തും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 2025 ഇത് ഒപ്പിട്ടവർ ഇപ്പോൾ ഒപ്പിടാൻ പോണു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. 2025 ഒപ്പിട്ടപ്പോൾ RSSന് കീഴടങ്ങി അല്ലെങ്കിൽ മോദിക്ക് വഴങ്ങിക്കൊടുത്തു എന്ന് വിമർശിച്ച ആളുകൾ ഇപ്പോൾ വേറെ ഗത്യന്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് മാറി ഈ രണ്ട് മുന്നണികളും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഒപ്പുവയ്ക്കുന്നില്ല എങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഫണ്ടുകളൊന്നും കേന്ദ്ര സർക്കാർ നൽകില്ല എന്ന് പറയുന്ന തീർത്തും ഏകാധിപത്യപരമായ നിലപാടിനെ ചോദ്യം ചെയ്യുക. PM-ശ്രീ പദ്ധതിക്ക് അപ്പുറത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന ഒരു ഭീതിക്ക് അടിസ്ഥാനമുണ്ടോ? അടിസ്ഥാനമുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് അത് ഈ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സാർവത്രികവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയൊരു നിയമം 1-2 UPA സർക്കാരുകളുടെ കാലത്തായിട്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പാക്കിയത്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളൊരു പദ്ധതി. അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിശ്ചിത ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ട് തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് അതും PM-ശ്രീ എന്ന് പറയുന്നത് മോഡൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പേരിൽ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് മാത്രമാണ്. അതും എല്ലാ വിദ്യാലയങ്ങൾക്കും കൊടുക്കുന്നതല്ല. മോഡൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റ് മാത്രമാണത്. അതിൽ ഒപ്പുവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്ന തോന്നിയവാസമാണ് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത് ഒരിടത്ത് മാത്രമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുടെ പേര് മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നു. പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നു. ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തുന്ന കടന്നാക്രമങ്ങളെ ചെറുക്കാൻ രാഷ്ട്രീയമായി ഉത്തരവാദിത്തമുള്ള ഏറ്റവും വലിയ 2 ദേശീയ കക്ഷികൾ നിന്ന് ഇക്കാര്യത്തിൽ പരസ്പരം പോരാടുന്നു എന്ന വൈരുദ്ധ്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതെ. എന്നിട്ട് ഒരേ സമയം അവർ BJPയുടെ വർഗീയ അജണ്ടയ്ക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും ഒക്കെ എതിരെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്ന വൈരുദ്ധ്യവും നമുക്കിവിടെ കാണാം. ഒരേ സമയം അധികാരത്തിലിരിക്കുമ്പോൾ PM-ശ്രീയിൽ അതിൻ്റെ MOയിൽ ഒപ്പിട്ടവർ ഇപ്പോൾ അതിനെ എതിർക്കുന്നു. അന്ന് ഒപ്പിട്ടപ്പോൾ എതിർത്തവർ ഇന്ന് അതിനെ ന്യായീകരിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.